കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജിലെ MBBS സീറ്റുകളുടെ അംഗീകാരം നിലനിർത്താൻ വീണ്ടും താൽക്കാലിക സ്ഥലം മാറ്റം. തിരുവനന്തപുരം, കോഴിക്കോട്, ആലപ്പുഴ, തൃശൂർ, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ 17 ഡോക്ടർമാരെയാണ് സ്ഥലം മാറ്റിയത്. PR പ്രവീണ ചേരുകയാണ്. പ്രവീണ, ഈ മെഡിക്കൽ കോളേജുകളായി ജില്ലാ ആശുപത്രികളൊക്കെ മാറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള ഡോക്ടർമാരുടെ നിയമനം തന്നെയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഒരു തടിതപ്പുകയാണ് സർക്കാർ. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആ കണ്ണിൽ പൊടിയിടുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റ് മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ്. ആദ്യ വർഷമെല്ലാം ക്ലിനിക്കൽ വിഭാഗത്തിലെ പഠനമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരെ അല്ല, പഠിപ്പിക്കുന്ന ഡോക്ടർമാരെ മാത്രം മാറ്റിയാൽ മതി. അത്തരത്തിൽ ഫാർമക്കോളജി, പത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, ഫോറൻസിക് മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിലെ 17 ഡോക്ടർമാരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ 50 വിദ്യാർത്ഥികളെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പുതിയതായി കിട്ടിയ 50 സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുമ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള നോൺ ക്ലിനിക്കൽ വിഭാഗത്തിലെ ഡോക്ടർമാർ വേണമെന്നുള്ള നിർബന്ധമുണ്ട്. ആ ഡോക്ടർമാരുടെ നിയമനത്തിന് PSC വഴി നിയമനം നടത്തുകയോ അല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുകയോ ചെയ്യുന്നതിന് പകരം മറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ തന്നെ ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട്. അത് പരിഗണിക്കാതെയാണ് മറ്റിടങ്ങളിൽ നിന്ന് ഇപ്പോൾ 17 പേരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരെ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടന തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥലമാറ്റങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് നിലപാട്. പക്ഷേ ഇവർ ഇവിടെ നിന്നും പോകുകയും അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്താൽ അവിടുത്തെ കാര്യം ഓക്കെ ആകും. പക്ഷേ ഇവർ പോകുന്ന മാതൃസ്ഥാപനങ്ങളിലെ മെഡിക്കൽ വിദ്യാഭ്യാസ പഠനം അത് താളം തെറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രവീൺ.